This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuma. നമസ്കാരം. അവർ ടി വി 24/7 ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി നീതു ലെനിനാണ്. അധ്യാപികയാണ്, ഷാർജ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ 2 റെക്കോർഡിന് ഉടമയാണ്. ഞാൻ മോനുമായിട്ട് സംസാരിച്ചപ്പോൾ മോന് 3 റെക്കോർഡുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ എങ്ങനെയാണ് നീതു എത്തിപ്പെടുന്നത്? അതിൻ്റെ ബേസിക്കലി എങ്ങനെ അതിനുവേണ്ടി പരിശ്രമിച്ചു? എന്തായിരുന്നു എൻ്റെ മോട്ടിവേഷനിലെ ഇൻറ്റൻഷൻ? ശരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു റെക്കോർഡ് കരസ്ഥമാക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാലിഗ്രാഫി ചെയ്യും. അപ്പോൾ മോന് വേണ്ടിയിട്ടാണ് ആദ്യം ട്രൈ ചെയ്തത്. മോന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം ജസ്റ്റ് ഞാനും കൂടെ ട്രൈ ചെയ്തതാണ്. അപ്പോൾ മോൻ്റെതാണ് ആദ്യം റിസൾട്ട് വരുന്നത്, റെക്കോർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് എൻ്റെത് ഇതുപോലെ അവർ അക്സെപ്റ്റ് ചെയ്തു, റെക്കോർഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നത്. ശരി. ഇതിനു വേണ്ടി എത്ര നാൾ പ്രാക്ടീസ് ചെയ്തു അല്ലെങ്കിൽ ട്രൈ ചെയ്തു? ശരിക്കും ഈ കാലിഗ്രാഫി ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമൊന്നും ശരിയാവത്തില്ലായിരുന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ കുറേശ്ശെ ഒരു പെർഫെക്ഷനൊക്കെ വന്നു. അപ്പം കാണുന്നവരൊക്കെ നന്നാവുന്നുണ്ട് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് പെർഫെക്ഷനിലെത്തിയെന്ന് തോന്നിയിട്ടില്ല. അങ്ങനെ അപ്പം ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 2 വർഷത്തോളമായിട്ട് കാലിഗ്രാഫി ഈ ഒരു പുതിയ ഫോൺസൊക്കെ ചെയ്യുന്നുണ്ട്. ഇറ്റാലിക്സ് മാത്രം പണ്ട് തൊട്ടേ ചെയ്യുന്നുണ്ടായിരുന്നു. ശരി. അപ്പം ഈ ഇത് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യണം, റെക്കോർഡ് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു മോഹം വരുന്നത്. അപ്പം എപ്പോഴായിരുന്നു ഇങ്ങനൊരു ആഗ്രഹം ഉള്ളിലേക്ക് വന്നത്? പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ ശരിക്കും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടുതലും പഠിച്ചത്. ഡിഗ്രി അത് കഴിയുമ്പോൾ പിന്നെ മക്കളായി. പിന്നെ അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് പിന്നെ ഇതിലോട്ടൊന്നും തിരിയാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോഴാണ് ശരിക്കും ഇതിലോട്ടൊക്കെ ഒന്ന് ശ്രദ്ധ നോക്കുന്നത്. അപ്പം ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് കാലിഗ്രാഫിയാണ് ഇത് ചെയ്തത് അല്ലേ? അതെ. അപ്പം ആ റെക്കോർഡ് കിട്ടിയപ്പം സെയിം തന്നെയാണോ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ? അതെ, നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയ ഒരു ഐറ്റം മാത്രമേ ഏഷ്യ ബുക്കിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓ, അങ്ങനെ ഒരു അപ്പം അതുകൊണ്ട് അതിന് അപ്ലൈ ചെയ്തു. അപ്പം അതിലും കിട്ടിയിരുന്നു. എങ്ങനെ ഇതിന് സമയം കണ്ടെത്തി? പ്രത്യേകിച്ച് അധ്യാപികയാണ്, അതിലുപരി 2 കുട്ടികളുടെ മാതാവാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇതിനൊക്കെ വേണ്ടി എങ്ങനെ സമയം കണ്ടെത്തി? ഇത് ശരിക്കും നമുക്ക് ജോലിയുള്ള ടൈമിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ച് ബിസി ഷെഡ്യൂളാണ് ടീച്ചിങ്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അങ്ങനെ തോന്നത്തില്ലെങ്കിലും ശരിക്കും അങ്ങനെയാണ്. അപ്പോൾ ഈ വെക്കേഷന് ഞങ്ങൾ നാട്ടിൽ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ വെക്കേഷൻ ടൈമിൽ ഞങ്ങൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്തു. അങ്ങനെ പ്രത്യേകിച്ച് അതിനുവേണ്ടി സമയം കണ്ടെത്തി ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനുവേണ്ടി തന്നെ പരിശ്രമിച്ചു എന്നുള്ളതാണ് അല്ലേ? ഓക്കെ. അപ്പം ഇനിയും പിന്നെ എന്താണ് അപ്പം ഇത് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അതിനുവേണ്ടി ശ്രമിച്ചാൽ നടക്കുമെന്നാണ് അല്ലേ? അതെ, നടക്കും. അപ്പം ഇനി അടുത്ത് എന്ത് റെക്കോർഡാണ് എടുക്കാനുള്ളത്? ശരിക്കും മോൻ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും എനിക്കൊരു ഗിന്നസ് റെക്കോർഡിന് അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമോന്ന് അറിയത്തില്ല, എന്നാലും ചെയ്യണം എന്നുണ്ട്. എന്തായിരിക്കും ഗിന്നസ് റെക്കോർഡ്? ഇത് തന്നെ റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്യണം എന്നുണ്ട്. ഓക്കെ. അപ്പം ഈ ശരിക്കും ഓരോ റെക്കോർഡുകൾ കിട്ടുമ്പോഴും എന്താണ് സത്യത്തിൽ മറ്റുള്ളവരോട് പറയാനുള്ളത്? സന്തോഷമുണ്ട്. പിന്നെ നമ്മൾക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഏജോ അല്ലെങ്കിൽ നമുക്ക് ഫാമിലിയായി കുട്ടികളായി എന്ന് വിചാരിച്ചത് നടക്കാതെ പോവില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നമ്മുടെ തന്നെയാണ് എക്സാമ്പിൾ അല്ലേ? നമ്മൾ ഈ പറയും പോലെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം, പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിച്ചാൽ നടക്കും. നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല എന്ന് പോലും ചെയ്യണ്ട, നമ്മൾ വിചാരിച്ചാൽ നടക്കും അല്ലേ? അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഇനി എന്താണ് വരും സമയങ്ങളിൽ കൂടുതൽ റെക്കോർഡുകൾ എടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അല്ലാതെ ഈ എന്താണ് ടീച്ചിങ്ങിൽ നിൽക്കുന്നു, വേറെ എന്തൊക്കെ പാഷനാണുള്ളത്? എനിക്ക് അങ്ങനെ വേറെ ഒരുപാട് ടാലൻസ് ഒന്നും ഉള്ള ഒരാളല്ല. ഡാൻസ് മ്യൂസിക്കൊന്നും ഇല്ല. പിന്നെ ബുക്കുകൾ വായിക്കാറുണ്ട്. എഴുതാൻ അങ്ങനെ വലിയ കഴിവൊന്നും ഇല്ലെങ്കിൽ ചെറുതായിട്ട് ഇഷ്ടമാണ്.
പിന്നെ ഇപ്പം എനിക്ക് ഇതിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പൊ എഴുതാൻ ശരിക്കും ചെറിയൊരു താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത നമ്മുടെ ഷാർജ ബുക്ക് ഫെയറിൽ ഒരു പുസ്തകം. അല്ല, അത്രയ്ക്കൊന്നും ഉള്ളൊരു കഴിവൊന്നുമില്ല. അത് പറയാൻ പറ്റില്ല, നമുക്ക് ശ്രമിച്ചാൽ നടക്കാത്തതേ ഇല്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പരിശ്രമിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചാൽ, പാഷനേറ്റ് ആയിട്ട് നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കാത്തതില്ല. അപ്പം പ്രത്യേകിച്ച് ഒരു ടീച്ചറാണ്, പിന്നെ അതിലുപരി കുറേ എക്സ്പീരിയൻസ്, കുട്ടികളുമായിട്ടുള്ള സഹവാസം, പിന്നെ ഇതുപോലെ തന്നെ ഇപ്പം കാലിഗ്രാഫിയിലൊക്കെ റെക്കോർഡ്സ് എടുക്കുന്നു, പിന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി ശ്രമിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എഴുത്തും ഒരു സൈഡിൽ കൂടെ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക. അടുത്ത വർഷം നമുക്ക് ഒരുപാട് റെക്കോർഡ്സ് ഇതിനിടയ്ക്ക് കിട്ടട്ടെ, അതിൻ്റെ ആ പരിശ്രമങ്ങൾ നടക്കട്ടെ, അതുപോലെ തന്നെ ഒരു ബുക്ക് റിലീസ് ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു. അപ്പം ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് നീതു ലെനിനാണ്. അപ്പോൾ വീണ്ടും ഒരുപാട് റെക്കോർഡ്സൊക്കെ കിട്ടി ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് വരട്ടെ. എല്ലാവിധ ഭാവങ്ങളും.